അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, മേയർക്കെതിരെ എന്താ കാണിച്ചത്? മേയർക്കെതിരെ എന്ത് കാണിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വണ്ടിയിലെ ഗ്ലാസ് വണ്ടിയാണ്, ഗ്ലാസ് ബോഡി നിങ്ങൾ കാണുന്നുണ്ടോ ആ വീഡിയോ? അല്ല, മേയറെ വിളിച്ച് മാപ്പ് പറഞ്ഞ സമയത്ത് ഇത് പറയുന്നുണ്ട്, ഞാൻ എന്താ കാണിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല എന്ന് പറയുന്നത് ഇനി അംനേഷ്യ വല്ലതും ആണോ? ഇപ്പം കാരണം വഴിക്കടവ് സംഭവത്തിൽ ഓർമ്മയില്ല, ഇതിൽ ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കും. മറവി രോഗമായിരിക്കും. മറവി രോഗമാണോ? ആണെന്ന് തോന്നുന്നു, ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. മറവി രോഗം എന്ന് വെച്ചാൽ അംനേഷ്യ വന്നതായിരിക്കും. എന്താന്ന് വെച്ചാൽ ഈ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിക്കുന്ന കാരണമുണ്ട്. കാരണം ഞാൻ മുമ്പ് എല്ലാ മീഡിയയുടെ അടുത്തും പറഞ്ഞ പോലെ തന്നെ സ്റ്റേഷനിൽ പോലീസുകാരൻ പറയാണ്, അവർ വലിയ ആൾക്കാരാണ്, നീ ഒരു ഡ്രൈവറാണ്, സാധാ താൽക്കാലിക ഡ്രൈവറാണ്, നീ വിളിച്ച് സോറി പറ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയാണ്, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി മേഡം. സ്റ്റേഷൻ്റെ അകത്ത് നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി മേഡം എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്നെ അങ്ങനത്തെ പിടിച്ചു വിടുങ്ങാനുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അത് അത്രയും മാത്രം പൊട്ടിത്തെറിച്ച് സംസാരിക്കും. ആ പണി തരും, നിനക്ക് അങ്ങനെ തരും, നിന്റെ ജോലി പുറത്താക്കും, നിന്നെ അങ്ങനെ ചെയ്ത് കളയെന്ന് ഞാൻ പറഞ്ഞു മേഡം. എന്നിട്ട് ഞാൻ താഴ്ന്ന് സംസാരിക്കുന്ന വോയിസ് എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് പുറത്ത് പോയിട്ടുള്ളത്. അപ്പം ഞാൻ അയച്ചു കൊടുത്ത് ഓരോ മീഡിയാസിന് അയച്ചു കൊടുത്ത് അവർ കട്ട് ചെയ്ത് ഇട്ടേക്കണേന്ന്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പറയണേ, എനിക്കും കൊച്ചുണ്ട്, എനിക്ക് തള്ളയില്ലാത്ത കൊച്ചിനെ ഞാൻ വളർത്തേന്, എന്നെ ഉപദ്രവിക്കല്ലേ മേഡം എന്നൊക്കെ പറഞ്ഞിട്ടും അവർ പറഞ്ഞ എനിക്കും കൊച്ചുണ്ട്, എൻ്റെ ഭർത്താവ് അവിടെയാണ് ഇവിടെയാണ്. ഒരു ന്യായമില്ലാത്ത സാർ, നിങ്ങളെ ഭാര്യയും ഹസ്ബൻഡും വൈഫും ഉണ്ട്, എനിക്ക് ഞാനും വൈഫില്ലാതെ ഒറ്റയ്ക്ക് കൊച്ചിനെ നോക്കുകയാണ്. വയസ്സായ 65 വയസ്സായ അമ്മയാണ് നോക്കണം, വയ്യാത്ത അമ്മയാണ്, ഈ കൊച്ചിനെ നോക്കണം, ബുദ്ധിമുട്ട് അറിയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വേദന പോലും മനസ്സിലാക്കാതെ അവർ എന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, എന്നെ എന്തെങ്കിലും ചെയ്യുക, എന്നെ അന്ന് ചെയ്യാൻ പറ്റാതെ മീഡിയയൊക്കെ ഇടപെട്ടപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇടയ്ക്ക് ഏതോ ഒരു പയ്യൻ SFIയിൽ DFIയിൽ ഒരു പയ്യൻ, ഞാൻ അറിഞ്ഞതാണ്, വാർത്തയിൽ അറിഞ്ഞതല്ല, പേഴ്സണലായിട്ട് ഈ പാർട്ടിയിലുള്ള കൂട്ടുകാരന്മാർ സഹോദരന്മാർ കുറേ ആളുകൾ കാണൂല, അവർ പറഞ്ഞ ഒരു DFIയിൽ ഒരു പയ്യൻ ഇതേപോലെ ഇവരെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ, DFIയുടെ പയ്യനാണ്, ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ അവൻ്റെ പേരിൽ ആംഗ്യ ഈ ചേഷ്ട കാണിച്ചു എന്ന് തന്നെ അവൻ്റെ പേരിൽ കേസ് കൊടുത്തു. അവൻ്റെ എവിടെയാണോ തിരുമലയെ പൂജപ്പുര സ്റ്റേഷനിൽ ആ കേസ് ഉണ്ടെന്ന്. അതായത് ഇവരെ ആംഗ്യം കാണിച്ചു, ചേഷ്ട കാണിച്ചു എന്ന് ഈ പയ്യന്റെ പേരിലും കേസ് എടുത്തു എന്നാണ് പറഞ്ഞത്. അവനെ ജാമ്യമില്ലാത്ത വകുപ്പ് 354A ഇതേ വകുപ്പ് തന്നെ ചേർത്ത് കേസ് എടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവരൊക്കെ അങ്ങനെയാണ്, ഈ സ്ത്രീ അങ്ങനെയാണ്. ഒരു സെക്യൂരിറ്റിക്കാരൻ, പാവപ്പെട്ട സെക്യൂരിറ്റി കൂലിപ്പണിക്ക് ചെയ്യുന്ന സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് വെച്ച് പ്രോട്ടോകോൾ അറിയാമോന്ന് ചോദിച്ചു. അതെന്താണ്? അപ്പൊ ഇവര് ഈ ധാർഷ്ട്യം. പിന്നെ അതുമല്ല, ഞാൻ ഇങ്ങനെ പ്രതികരിച്ചപ്പോഴത്തേക്ക് ഈ മേയറെന്ന് ഇത്രയും കൊച്ചു പിള്ളേർക്ക് വരെ പോലീസുകാരൻ എൻ്റെ അടുത്ത് വെച്ചു, കൊച്ചു പിള്ളേർക്ക് വരെ അറിയാലടാ മേയറെ, നിനക്ക് അറിഞ്ഞൂടെന്ന് മനഃപൂർവ്വം പറഞ്ഞല്ലേ, നിന്നെ ഏതെങ്കിലും പാർട്ടിക്കാരന്മാർ പറയിപ്പിച്ചതാണോ എന്നാണ് ചോദിച്ചത്. BMS കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരന്മാർ പറഞ്ഞു എന്നാണ് ചോദിച്ചത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് എല്ലാം പഠിച്ചതും കോളേജിൽ വളർന്നതെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും അവര് പറയുന്നത് ഞാൻ BMS കാരനാണ്. അല്ല, സത്യത്തില് ഇവര് മേയറാണെന്ന് അറിയില്ലായിരുന്നു? എനിക്കറിയത്തില്ലായിരുന്നു. ഇല്ല. ഈ ഡ്രസ്സ് മോഡേൺ ഡ്രസ്സിൽ വന്ന ഇവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. മറ്റാള് വന്ന MLA എന്നും MLA ബസ്സിനകത്ത് കയറി വന്നോ? കയറിയിട്ട് എന്ത് പറഞ്ഞു? കയറിയിട്ട് പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാറ് കിടക്കല്ലേന്ന് വെച്ചു. കാറ് കിടക്കല്ലേ, നിങ്ങളല്ലേ റോങ് കാണിച്ചത്, ഇടത് സൈഡിൽ കൂടെ വന്ന് സീബ്ര ക്രോസിൽ കയറ്റി ഇട്ടത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ വണ്ടി മുന്നോട്ടെടുക്കാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി മുന്നോട്ട് ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിന്ന വണ്ടി ഞാൻ ഓഫ് ചെയ്ത്, ലൈറ്റ് ഓഫ് ചെയ്ത് നടു റോഡിൽ അങ്ങ് ഇട്ടു. നടു റോഡിലിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അകത്തിരിക്കല്ലേ, ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ഞാൻ സംസാരിക്കുന്നത്, പോലീസ് വരാതെ വണ്ടി എടുക്കില്ല പറഞ്ഞു. ഇനി പോലീസ് വരാതെ വണ്ടി എടുക്കൂല, ഇത്രയും ഷോ കാണിച്ചല്ലേ, പോലീസ് വരാതെ വണ്ടി എടുക്കൂല. MLA മോശമായിട്ട് സംസാരിച്ചോ? MLA ആണ് ചോദിച്ചത്, എന്റെ വണ്ടി ഇനി മുന്നോട്ടെടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് MLA പറഞ്ഞത്, നിന്റെ അപ്പന്റെ വകയോ KSRTC? ഞാൻ പറഞ്ഞു, എന്റെ അപ്പന്റെ വകയല്ല, നിങ്ങളുടെ അപ്പന്റെ വകയില്ല. എന്റെ അപ്പനെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് സ്വാഭാവികമായിട്ട് പറഞ്ഞു, സാധാ ഒരു ജനമല്ലേ, MLA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോട്ടിട്ട് ജയിപ്പിക്കുന്ന ആളുകളും നമ്മൾ എലക്ട് ചെയ്ത് ഓരോരുത്തരെ മന്ത്രിമാരെ ആക്കണമില്ലേ. അപ്പോൾ എൻ്റെ അപ്പനെ വിളിക്കാൻ അങ്ങേർക്ക് അധികാരമില്ല, ഒന്നുമില്ലെങ്കിൽ അവർ അങ്ങേര് MLA അല്ല. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ്, ഒഫീഷ്യൽ വാഹനമല്ല, ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് പോയതല്ല, ഒന്നുമല്ല, പേഴ്സണലായിട്ട് തികച്ചും പേഴ്സണൽ. പക്ഷെ ഞാൻ ഒരു ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ആളാണ്.
ഞാൻ KSRTC ബസ്സിൽ ഡ്യൂട്ടിയിലിരിക്കണം. ഡിപ്പോയിൽ പോയി ഡ്യൂട്ടി തീർന്നതിന് ശേഷമാണെങ്കിൽ അങ്ങേർക്ക് എൻ്റെ അച്ഛനെ അമ്മയെ കുഞ്ഞമ്മയെ വിളിക്കാം. പക്ഷെ എന്നാലും ഒരു പൗരൻ എന്നുള്ളതിൽ മറ്റുള്ള ഒരു അച്ഛനെ വിളിക്കാനൊന്നും അധികാരം ആർക്കുമില്ല. എനിക്കൊന്നല്ല, എനിക്കിപ്പോൾ വേറൊരാളെ ചീത്ത വിളിക്കാൻ പാടില്ല, അങ്ങേർക്ക് എന്നെ വിളിക്കാൻ പാടില്ല, വേറൊരാളെ മറ്റുള്ളവരെ നമ്മൾ ചീത്ത വിളിക്കാൻ പാടില്ല.